അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ അസാധാരണമായി പടർന്നു പിടിച്ച കാട്ടുതീ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അണയ്ക്കാനായിട്ടില്ല. അതിനിടെ കാറ്റുകൂടി മേഖലയിൽ ശക്തമായതോടെ തീ ടൊർണാഡോയ്ക്ക് സമാനമായ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ് മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. ഇതിനോടകം 12,000 കെട്ടിടങ്ങളെ ചാമ്പലാക്കിയ കാട്ടുതീയിൽ 26 പേർ മരിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. 22,000 ഏക്കറിലധികം സ്ഥലമാണ് കത്തി നശിച്ചിരിക്കുന്നത്. കനത്ത കാറ്റിൽ തീ ടൊർണാഡോ പോലെ ഉയർന്നു പൊങ്ങുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത്. ചൂടുപിടിച്ച കാറ്റിൽ അഗ്നി പടർന്നു പൊങ്ങുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. 13ഓളം പേരെ മേഖലയിൽ കാണാതായിട്ടുണ്ട്. കെടാവർ നായകളെ ഉപയോഗിച്ചാണ് ചാരക്കൂനയിൽ തെരച്ചിലുകൾ പുരോഗമിക്കുന്നത്. ചില മേഖലയിൽ വീശിയടിച്ച കാറ്റിനൊപ്പം മണിക്കൂറിൽ 100 മൈൽ വേഗതയിലാണ് തീ പടർന്നത്. തീ നിയന്ത്രിക്കാനാവാതെ വന്നതിന് പിന്നാലെയാണ് 1,53,000 പേരെ നിർബന്ധിതമായി മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചത്. 1,66,000 പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജനുവരി 7-നാണ് കാട്ടുതീ ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാശം വിതച്ചാണ് കാട്ടുതീ മുന്നോട്ട് നീങ്ങുന്നത്. നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ പാലിസൈഡ്സിലെ കാട്ടുതീ ജനവാസ കേന്ദ്രത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ തീവ്ര ശപം തുടരുകയാണ്. കൗണ്ടിയിലുടനീളം തീ വ്യാപിക്കുകയും വ്യാപക നാശം വിതയ്ക്കുകയും ചെയ്തതായാണ് ഫോക്സ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പല ദൃശ്യങ്ങളും അമ്പരപ്പിക്കുന്നതാണ്. അത്തരത്തിലൊന്നാണ് ചുഴലിക്കാറ്റിനൊപ്പം ചേർന്നുണ്ടാകുന്ന തീച്ചുഴലിയുടെ ദൃശ്യങ്ങൾ. സാന്താമോനിക്ക പർവ്വതനിരയിലെ മാൻഹോളൻ ഡ്രൈവിലേക്ക് തീ പടരുമ്പോൾ ഒരു അഗ്നി ചുഴലിക്കാറ്റ് തന്നെ രൂപപ്പെടുന്നതായി കാണുന്നുണ്ട്. തീയും പ്രക്ഷുബ്ധമായ കാറ്റും ചാരവും പുകയുമെല്ലാം ചേർന്നൊരു തീച്ചുഴലി, ഫയർനാഡോ എന്നും ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നുണ്ട്. കാട്ടുതീ സമയത്ത് പെട്ടെന്നുയരുന്ന തീവ്രമായ ചൂടാണ് ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നത്. വെള്ളിയാഴ്ച രാത്രിയോടെ നഗരത്തിലെ സാൻ ഫെർണാണ്ടോ താഴ്വരയിലേക്ക് തീജ്വാലകൾ പടർന്ന് LA കൗണ്ടിയിൽ കുറഞ്ഞത് 6 വലിയ തീപിടുത്തങ്ങളുണ്ടായി. അതിശൈത്യവും കനത്ത ശീതക്കാറ്റും കാരണം മിസൗറി, കാൻസസ്, കെൻഡക്കി, വെർജീനിയ, മെറിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. US-ൻ്റെ തെക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയാണ് കാട്ടുതീ വിഴുങ്ങിയത്. അതിവേഗം പടർന്ന 2 വലിയ കാട്ടുതീയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ വിസ്തൃതിയേക്കാൾ വലിയ ഭൂപ്രദേശം കത്തിയമർന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് പസഫിക് പാലിസൈഡ്സിൽ തീ പൊട്ടിപ്പുറപ്പെട്ടത്. കൺമുന്നിൽ നഗരമെരിയുന്ന കാഴ്ച അണുബോംബ് വീണതുപോലെയാണ് പ്രദേശവാസികൾക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ വേനൽക്കാല കാട്ടുതീകൾ കാലിഫോർണിയയ്ക്ക് സുപരിചിതമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് കാട്ടുതീ സീസൺ. വരണ്ട കാലാവസ്ഥയാണ് അതിനാധാരം. വർഷത്തിൽ പരമാവധി 78 വരെ ഫയർ ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. തെക്കൻ കാലിഫോർണിയൻ തീരപ്രദേശങ്ങളിലെ തീപിടുത്തങ്ങൾ കാറ്റിനാൽ വ്യാപിക്കപ്പെടുന്നവയാണ്. പ്രത്യേകിച്ച് പസഫിക് പാലിസൈഡ്സിലേത്. മഴ ലഭ്യമല്ലാത്തതിനാൽ സസ്യജാലങ്ങളെല്ലാം വരണ്ടുണങ്ങിയിരിക്കും. 8 മാസമായി ലോസ് ആഞ്ചൽസിലേക്ക് മഴ തിരിഞ്ഞു നോക്കിയിട്ട്. സംസ്ഥാനത്ത് റെക്കോർഡ് ചൂടും ഉഷ്ണതരംഗവും രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2024. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ശരാശരി താപനില പരമാവധി 62.24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു.